നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗ്യാമ്പിറ്റാണ് കാണാൻ പോകുന്നത്. മിൽനർ ബ്യാരി ഗ്യാമ്പിറ്റ് എന്നാണ് ഈ ഗ്യാമ്പിറ്റിൻ്റെ പേര്. ബ്ലാക്ക് ഫ്രഞ്ച് ഡിഫൻസ് കളിക്കുമ്പോൾ വൈറ്റിന് കളിക്കാൻ പറ്റിയ നല്ലൊരു ഗ്യാമ്പിറ്റാണ് മിൽനർ ബ്യാരി ഗ്യാമ്പിറ്റ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. വൈറ്റ് ആദ്യം E4 കളിച്ച് കളി സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇതാണ് ഫ്രഞ്ച് ഡിഫൻസ്. അപ്പോൾ അടുത്തതായി വൈറ്റ് D4 മൂവ് ചെയ്ത് സെൻറ്ററിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനുശേഷം ബ്ലാക്ക് പൗൺ ടു D5 കളിക്കുന്നു. വൈറ്റ് അടുത്തതായി പൗൺ ടു E5 കളിക്കുന്നു. ഇതിനെ ഫ്രഞ്ച് ഡിഫൻസ് അഡ്വാൻസ് വേരിയേഷൻ എന്ന് പറയുന്നു. ഇതിനുശേഷം ബ്ലാക്കിൻ്റെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് പൗൺ ടു C5 ആണ്. ഈ C5 കളിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോൺ സ്ട്രക്ചർ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാപ്ചർ ചെയ്യുന്നത് അത്ര നല്ല മൂവല്ല. കാരണം ബ്ലാക്കിനിപ്പോൾ നമ്മുടെ പൗണിനെ വെട്ടിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് പൗൺ ടു C3 ആണ്. ഇപ്പോൾ D4 പൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നൈറ്റ് ടു C6 കളിച്ച് വീണ്ടും നമ്മുടെ D4 പൗണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ആ പൗണിനെ നൈറ്റ് ടു F3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്യൂനിനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ബിഷപ്പിനെ D3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം ബ്ലാക്ക് C പൗൺ വെച്ച് നമ്മുടെ D4 പൗണിനെ ക്യാപ്ചർ ചെയ്താൽ നമ്മൾ നമ്മുടെ പൗൺ വെച്ച് അതിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് നമ്മുടെ പൗണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമാകും. കാരണം നമുക്ക് നമ്മുടെ നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ഇവിടെ നോക്കുമ്പോൾ ബ്ലാക്കിനിപ്പോൾ ഒരു നൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ D4 ഇരിക്കുന്ന നൈറ്റിനെ ബ്ലാക്ക് ക്യൂന് വെച്ച് ക്യാപ്ചർ ചെയ്താൽ അതോടെ ബ്ലാക്കിൻ്റെ കാര്യം തീരുമാനമാകും. കാരണം അടുത്തതായി വൈറ്റ് ബിഷപ്പ് ടു B5 ചെക്ക് കൊടുക്കുന്നു. ഇനി ബ്ലാക്ക് എന്ത് തന്നെ കളിച്ചാലും ബ്ലാക്കിന് ക്യൂൻ നഷ്ടപ്പെടും. ബ്ലാക്ക് ഈ ചെക്ക് ബിഷപ്പ് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നത് എങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ചെക്കാണ്. ബ്ലാക്ക് കിങ് വെച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് ബ്ലാക്ക് ക്യൂവിനെ നമ്മുടെ ക്യൂൻ വെച്ച് ക്യാപ്ചർ ചെയ്യാം. ഇതാണ് മിൽനർ ബ്യാരി ഗ്യാമ്പിറ്റിൻ്റെ ഒരു വേരിയേഷൻ. ഇനി മിൽനർ ബ്യാരി ഗ്യാമ്പിറ്റിന് ഉണ്ടാകുന്ന മറ്റൊരു വേരിയേഷൻ കൂടെയുണ്ട്. ആ വേരിയേഷൻ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വേരിയേഷൻ നോക്കാം. അപ്പോൾ ഈ പൊസിഷനിൽ നിന്നും ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ D4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പൗൺ വെച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നൈറ്റ് നമ്മുടെ D4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അതിനു പകരം ചില ബ്ലാക്ക് പ്ലേയേഴ്സ് പൗൺ ടു F6 എന്ന മൂവ് ഇവിടെ കളിക്കാറുണ്ട്. ഇതിന്റെ ഉദ്ദേശം വീണ്ടും നമ്മുടെ പൗൺ സ്ട്രക്ചറിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പൗണിനെ അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ നൈറ്റ് വെച്ച് നമ്മുടെ പൗണിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ കാസ്റ്റിൽ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് ടു D6 കളിച്ച് ബ്ലാക്കിന്റെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ കിങ് സൈഡിലെ പീസസ് എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബ്ലാക്കിനിവിടെ സുഖമായിട്ട് കാസ്റ്റിൽ ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ഇവിടെ കാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബ്ലാക്ക് ഇവിടെ കാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് സുഖമായിട്ട് ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് D4 നമ്മുടെ പൗണിനെ വെട്ടിയെടുക്കാം. കാരണം നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലും ക്യൂൻ വെച്ച് റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിഷപ്പിനെ B5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്ന പരിപാടി നടക്കില്ല. കാരണം കിങ് ഇവിടെ നിന്നും കാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ബ്ലാക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിന് നേരത്തെ പോലുള്ള അവസ്ഥ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ വേറൊരു ട്രിക്ക് ഉണ്ട് കളിക്കാനായിട്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ നിന്നും നൈറ്റ് ടു C3 കളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഇവിടെ ആദ്യം കാസ്റ്റിൽ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ പൗൺ ടു A3 കളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് D4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ നൈറ്റ് വെച്ച് റീക്യാപ്ചർ ചെയ്യുന്നു.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂൻ നമ്മുടെ നൈറ്റിനെ റീക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബിഷപ്പ് ടു B5 ചെക്കൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം കിങ് ക്യാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞു. കിങ് സേഫാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ച് ബ്ലാക്ക് സന്തോഷിച്ചിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവിടെ ബ്ലാക്കിന്റെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ബിഷപ്പ് ക്യാപ്ചർ H7 ചെക്ക്. ഇതിനുശേഷം കിങ്ങിനെ ക്യാപ്ചർ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇതിനുശേഷം ബ്ലാക്കിന്റെ ക്യൂനിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വേരിയേഷനിലും ബ്ലാക്കിന്റെ ക്യൂനിനെ നമുക്ക് സുഖമായിട്ട് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മിൽനർ ബെയറി ഗാംബിറ്റ്.